എടാ എല്ലാം കൊണ്ടുവന്ന് ചാരി ലഹരി. അവൻ അതിന് അഡിക്റ്റാണ്, ഇവൻ ഇതിന് അഡിക്റ്റാണ്. ഇന്ന് ഈ പയ്യന്മാർ ചെയ്തത് അഡിക്റ്റായിട്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലുള്ള ഒരു 4-5 പേരങ്ങോട്ട് അഡിക്റ്റായിട്ടാണോ? ഒരു തെളിവില്ലല്ലോ. അതിന് മുന്ന് ഒരു മറ്റേ ചങ്ങായി എന്തുട്ടോ ചന്താമരി, ആ ചങ്ങായി കയറിപ്പോയാൾ ഇറങ്ങി വന്ന് 2 പേര് വീണ്ടും അഡിക്റ്റായിട്ടാണോ? അല്ല, എന്തിനും ചാരാനെന്നുള്ളൊരു തൂണായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ലഹരി എന്ന് പറയുന്നത്. സാധനം മോശം തന്നെ ഇല്ല എന്നുള്ളതും പറയില്ല. നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച്. കാരണം നമുക്ക് അതിനുള്ള സാഹചര്യം ഇന്നും ഉണ്ട്, ക്യാഷ് എല്ലാത്തിനുള്ള സാഹചര്യം ഇപ്പോൾ നമുക്കൊക്കെ നോക്കിയാലുണ്ട്. പക്ഷെ നമുക്കതിന് താല്പര്യം വന്നിട്ടില്ല അതിനോട്. കാരണം ഇന്ന് 2K കിട്ട് മറ്റതാണ് മറിച്ചതാണ്. പക്ഷേ നിങ്ങൾ ആ വോയിസ് ഇന്ന് ആ പയ്യൻ്റെ കേട്ടുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അവർ ലഹരി അതൊന്നുമല്ല. ഇന്ന് ശരിക്കും പശ്ചാത്തപിക്കുന്നത് ഒരു പക്ഷെ അവരായിരിക്കാം, നമുക്കറിയില്ല. കാരണം അവർ നിയമമാണ് അവരെപ്പോഴും പറയണത്. ആ നിയമത്തിൽ ആൾ കൂടിയല്ലേ അത്, അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോലുള്ള നമുക്ക്, അല്ലെങ്കിൽ അവനെ ഇടിച്ച് പറ്റിയാലേ അതൊന്നും സംഭവിക്കാൻ പോലുള്ള കേസൊന്നും എടുക്കും എന്നവർ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് വളർന്നു വരുന്ന സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം നിയമം അതാണ് എന്നുള്ളത്. ഇനിയിപ്പോൾ ഡ്രഗ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലേക്കാണ് ആ ചാരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കേസ് പറയാം. ലീഗലായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊന്നും ഇതുപോലുള്ള ക്രൈമുകളൊന്നും നടക്കുന്നില്ല. ലീഗലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ക്രൈമുകളെ നടക്കുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ ഭാര്യയ്ക്ക് അത് പോവുകയാണ്. പക്ഷെ അവിടെ ഒരു കാര്യം കറക്റ്റാണ്, നിയമം എന്ന് പറയുന്നത് അത് ഈ ചെയ്യുന്നവനും നല്ല ബോധ്യമുണ്ട്. ഈ സാധനം പിടിച്ചാലും നല്ല ബോധ്യത്തിൽ തന്നെയാണ് ആ ഒരു നിയമം. ഇന്നത് സംഭവിക്കും, ഇന്നത് ചെയ്തിട്ട് ഇന്നത് ചെയ്താൽ സംഭവിക്കുമെന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇന്ന് കൊന്ന് ആ ഒരു പയ്യൻ, അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇൻസിഡൻസ് നടന്നപ്പോൾ ആ ഒരു പയ്യനെ മർദ്ദിച്ച ആ ഒരു പയ്യനെ അല്ല നമ്മൾ കുറ്റം പറയണ്ട, അല്ലെങ്കിൽ ആ ഒരു പയ്യനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ നിയമത്തിലേക്ക് വാ, അതല്ല ഏറ്റവും നല്ലത്. നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന നമ്മുടെ നിയമം മാറണം, അതിൻ്റേതായ ശിക്ഷ. ഈ സൗദിയിലൊക്കെ നമ്മൾ കുറ്റം പറയുന്ന സൗദി നിയമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റാണ്. ഒരുപാട് പേര് മനുഷ്യാവകാശങ്ങളിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലുക അല്ലെങ്കിൽ തലവിട്ടുക അതൊക്കെയാണ് ഇതാക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു അവിടെ ക്രൈംസ് കുറവാണ്. അപ്പോൾ അവർക്കറിയാം അത് എന്ത് മാരകമായ മനുഷ്യനെ തകർക്കുന്ന സാധനമാണെങ്കിൽ കൂടി അവർ ഉപയോഗിച്ചാൽ അവിടുത്തെ നിയമം എത്ര പിടിമുറുക്കുന്നു അതിനനുസരിച്ച് അവർ ഉപയോഗിക്കുന്നവർ പോലും നിൽക്കുകയുള്ളൂ. ഇന്ന് ലീഗലായിട്ടുള്ള സ്ഥലങ്ങളിൽ അന്വേഷിച്ചാലും അങ്ങനെയും നിൽക്കും അവർ. കാരണം അവരുടെ നിയമവും ആ നിയമവശങ്ങളും അവർക്ക് പേടിയുണ്ട്. അത് എത്ര കുത്തി അവരെ ഇത് കയറ്റിയാലും അവരുടെ റിലേ എത്ര ഇല്ലെങ്കിലും അവർക്ക് ആ ഒരു കാര്യത്തിൽ നല്ലൊരു ബോധ്യമുണ്ട്. അപ്പം നമ്മൾ മാറ്റേണ്ടത് ശരിക്കും നമ്മുടെ നിയമമല്ലേ, ഇവരെയാണോ? എനിക്ക് മനസ്സിലാകത്തോളം അതാണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഒരു ഫാദറില്ലാണ്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരുന്നത് ഇതുവരെ എത്തിയത്. ഇപ്പോൾ സ്വന്തം കാലിലൊക്കെ ഓടിപ്പോണ് നമ്മൾ. ആ ഒരു സാഹചര്യത്തിലും എനിക്ക് തിരിച്ചു പോകും. കാരണം കാശൊക്കെ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. മാക്സിമം നമുക്ക് തൂർത്തടിക്കാനുള്ളതുണ്ട്, അല്ലാത്തതൊക്കെ ഉണ്ട്. നമുക്ക് തോന്നിയിട്ടില്ല ഇതിൻ്റെ പിന്നാലെ പോകാനോ അല്ലെങ്കിൽ ഇത് ഇല്ലാണ്ട് പറ്റൂലെന്നോ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകാനും നിന്നിട്ടില്ല. നമുക്ക് തോന്നിയിട്ടില്ല. ഇന്നും അതിനുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊന്ന് ഇറങ്ങി തിരിച്ച് നമുക്ക് കിട്ടാത്തതായിട്ട് ഒരു ലഹരിയില്ല ഒന്ന് കേരളത്തിലുണ്ടാവില്ല നമുക്കൊരു പക്ഷേ നമുക്കതിന് തോന്നിയിട്ടില്ല. ഇന്ന് ഇപ്പോൾ എല്ലാവരും കുറ്റം പറയുന്നു 2000 അതായത് 90 2K കിഡ്സിനെ കുറ്റം വാരി അടിച്ചുകൊണ്ടിരിക്കുക. എന്തിന്? അവർ വളർന്ന് അല്ലെങ്കിൽ ചേട്ടിന്ന് വളരുന്നതാണ് അത് തന്നെയാണ്. ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞില്ലേ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വിഷയം ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ പോകുമ്പോൾ 4 പേരായിട്ട് എന്തെങ്കിലും അടിയോ മുന്തോ തള്ളൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് കഴിഞ്ഞ് വരുമ്പോൾ കേസ് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയും അത് കൊലക്കുറ്റമൊന്നുമില്ലല്ലോ, കൊലക്കുറ്റം ചെയ്തവർ വരെ ഇറങ്ങി വരുന്നു, പിന്നെന്തിനാ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഡയലോഗ് അടിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യമുള്ളത് ഞാൻ ഉൾപ്പെടെ നിങ്ങളാണെങ്കിലും എത്രത്തോളമാണ് ഈ നമ്മുടെ നിയമത്തിനും അല്ലെങ്കിൽ നിയമവശത്തിനും വേണ്ടി എത്രത്തോളമാണ് നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ അതിനോടുള്ളൊരു പേടി എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ അങ്ങനെ നോക്കുക. അല്ലാണ്ട് ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിന് എനിക്ക് 100% ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, ഈ സംഭവിച്ച ഈ പയ്യന്മാരല്ലെങ്കിൽ നടത്തിയ ഈ കണ്ട ആൾക്കാർക്കൊന്നും ഇതിന് മാത്രമുള്ള ശിക്ഷകളൊന്നുമല്ല, കൂടി വന്ന ജീവപര്യന്തരം അവരിറങ്ങി വരും, അവർ വീണ്ടും ജീവിക്കും, ചിലപ്പോൾ ഇതിലപ്പുറമായിട്ട് ജീവിക്കും, ഇതിലും തല തെറിച്ചവരായിട്ട് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് നിയമം ഒന്ന് മാറ്റി വയ്ക്കേ, അതല്ലേ ഏറ്റവും നല്ലത്.